നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരള AAWK നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. CPM തവനൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. KV സുധാകരൻ സെക്രട്ടറിയായി തുടരും. വഖഫ് സംസ്ഥാന സർക്കാരിന്റെ മൗനം അപകടകരമെന്ന് റോയ് അറക്കൽ. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തണമെന്ന് CPIM തിരൂരങ്ങാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. വൃശ്ചിക പുലരിയും മണ്ഡല പുണ്യകാലവും പിറന്നു. ഇനി ഭക്തമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശരണമന്ത്രം. നവംബർ 16-17 തീയതികളിൽ ഉപഭോക്താക്കൾക്കായി മികച്ച ഷോപ്പിംഗ് അനുഭവമൊരുക്കി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. വിശദമായ വാർത്തകൾ. പ്രളയകാലത്തും വയനാട് ദുരിതമേഖലയിലും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള AAWK നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ മലപ്പുറം ജില്ലാ സമ്മേളനവും വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരിക്കെ അകാലത്തിൽ മരണപ്പെട്ട KV ഉണ്ണിയുടെ കുടുംബത്തിന് സംഘടന നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് ജീവനക്കാരെയും ഉടമകളെയും മന്ത്രി വി അബ്ദുറഹിമാൻ അനുമോദിച്ചു. താന്നാളൂർ വട്ടത്താണി KM ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ AAWK ജില്ലാ പ്രസിഡന്റ് OK ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാഹനങ്ങൾ ധാരാളം റോഡിലോടുമ്പോൾ അവർക്ക് സഞ്ചരിക്കാനുള്ള നല്ല റോഡുകൾ ഉണ്ടായിക്കൊള്ളും. അതാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ പൊതുഗതാഗത സംവിധാനം നമ്മുടെ നാട്ടിൽ സർക്കാരിൻ്റെ കീഴിലുള്ളത് വളരെ പരിമിതമാണ്, സ്വകാര്യ മേഖലയാണ്. അപ്പോൾ അതും ഓട്ടോമൊബൈൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്നാണ് സാധാരണ എക്കണോമിക്കിൽ നമ്മളതിനെ നോക്കുമ്പോൾ നമുക്കറിയാം. സാമ്പത്തിക മേഖല നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചെനാത്ത്, ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ, താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ്, വി ജുസൈറ, ഒഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രമീള മാമ്പച്ചയിൽ, MP ബഷീർ, മുജീബ് താന്നാളൂർ, PS മൊയ്തീൻകുട്ടി, നാസർ കുന്നത്ത്, വി സൈദലവി, PPM ബഷീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VS മീരാണൻ, ജോയിന്റ് സെക്രട്ടറി ജയൻ പട്ടിക്കര, പരിശീലന ബോർഡ് ചെയർമാൻ M മുഹമ്മദ് ഷാ, അച്യുതൻ തിരുനാവായ, V പ്രഭാകരൻ, ഫൈസൽ എടക്കര, കബീർ പൊന്നാനി, പ്രകാശൻ പുലാമന്തോൾ, P സൈദു, E മധു, P നഭൈദ് എന്നിവർ സംസാരിച്ചു. ബെട്ട ന്യൂസ് താനൂർ. CPIM തവനൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. KV സുധാകരനെ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തു. ആലത്തിയൂർ ഹാജത്ത് ഓഡിറ്റോറിയത്തിൽ C കുട്ടൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടന്നത്. CPIM തവനൂർ ഏരിയ സെക്രട്ടറിയായി KV സുധാകരനെ വീണ്ടും തിരഞ്ഞെടുത്തു. മറ്റംഗങ്ങൾ K നാരായണൻ, KP വേണു, K മുഹമ്മദ് ഫിറോസ്, KV പ്രസാദ്, TV ശിവദാസൻ, P മുനീർ, C ഹരിദാസൻ, E അഫ്സൽ, T പ്രഭിത, BG ശ്രീജിത്ത്, CO ബാബുരാജ്, KVM ഹനീഫ, AP സുദേവൻ, CP ഷുക്കൂർ, CK ഷൈജു, K ഉഷ എന്നിവരാണ്. തവനൂർ മണ്ഡലം രൂപീകരിച്ചതിനു ശേഷമുള്ള പ്രഥമ സമ്മേളനമാണ് ആലത്തിയൂരിൽ നടന്നത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യതയോടെ നിറവേറ്റുമെന്ന് ഏരിയ സെക്രട്ടറി KV സുധാകരൻ പറഞ്ഞു. സമ്മേളനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് പുതുതായി 17 അംഗ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ആ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി എന്നെ തന്നെയാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തവനൂർ ഏരിയ പ്രദേശം ഉൾക്കൊള്ളുന്നത് ഈ മേഖലയിലുള്ള പുറത്തൂര്, മംഗലം, തൃപ്രങ്ങോട്, തിരുനാവായ പഞ്ചായത്തുകളും അപ്പുറത്ത് പുഴയ്ക്കക്കരയുള്ള
തവനൂർ പഞ്ചായത്തുമാണ് ഈ ഏരിയയിൽ ഉൾപ്പെടുന്നത്. 5 പഞ്ചായത്തുകളിലായി 10 ലോക്കൽ കമ്മിറ്റികൾ ഇപ്പോൾ നിലവിലുണ്ട്. ആ പ്രദേശത്ത് പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എല്ലാവിധ ഇടപെടലുകളും നടത്തും. ഈ സമ്മേളനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അലിസഖാവ് മന്ദിരത്തിലാണ്. അത് ആലത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസാണ്. ഏരിയ കമ്മിറ്റിക്ക് സ്വന്തമായ ഓഫീസ് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമായിട്ട് മുൻഗണനയിൽ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സ്ഥലം വാങ്ങി, അനുയോജ്യമായ പ്രദേശത്ത് സ്ഥലം വാങ്ങി കെട്ടിടമുണ്ടാക്കി പുതിയ ഏരിയ ആസ്ഥാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഒന്ന്. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് പൊതുസമ്മേളനത്തോടെ സമാപിക്കും. സമാപന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. KT ജലീൽ MLA സംസാരിക്കും. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. വഖഫ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മൗനം അപകടകരവും ആശങ്കയുള്ളതുമാണെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ പറഞ്ഞു. SDPI താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ രൂപീകരിച്ച വഖഫ് മദ്രസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ താനൂരിൽ സംഘടിപ്പിച്ച വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SDPI താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ രൂപീകരിച്ച വഖഫ് മദ്രസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ താനൂരിൽ സംഘടിപ്പിച്ച വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനം SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് വഖഫിനുള്ളത്. ഇത് രാജ്യത്തെ റെയിൽവേ കഴിഞ്ഞാൽ, പ്രതിരോധ വകുപ്പ് കഴിഞ്ഞാൽ, ഈ 2 മന്ത്രാലയം കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നതാണ് വഖഫിന്റെ ഭൂമി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളതാണ് വഖഫ്. സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് കള്ളിയാട്ട് അധ്യക്ഷത വഹിച്ചു. SDPI കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാഫി, SDPI മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KC നസീർ, സമിതി രക്ഷാധികാരി TV ഉമ്മർ കോയ, വൈസ് ചെയർമാൻ CH ബഷീർ, കൺവീനർ CM സദക്കത്തുള്ള, ട്രഷറർ P അബ്ദുള്ളക്കുട്ടി വൈലത്തൂർ എന്നിവർ സംസാരിച്ചു. സമിതി അംഗങ്ങളായ സാജു വിശാറത്ത്, കുഞ്ഞിപ്പോക്കർ അരിക്കാട്, മുനീർ വൈലത്തൂർ എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ്, തിരൂർ. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തണമെന്ന് CPIM തിരൂരങ്ങാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന് സമാപനം കുറിച്ച് കരിമ്പറമ്പിൽ നിന്ന് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നാടിനെ ചെങ്കടലാക്കിയ ചുവപ്പ് സേനാ മാർച്ചും പൊതുപ്രകടനവും നടന്നു. ചെമ്മാട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലയിൽ 3 ജില്ലാശുപത്രികളുണ്ടെങ്കിലും ഒരൊറ്റ ജനറൽ ആശുപത്രിയില്ല. ജനസംഖ്യ ആനുപാതികമായി മലപ്പുറം ജില്ലയിൽ ഒരു ജനറൽ ആശുപത്രിയെങ്കിലും അനിവാര്യമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് എയർപോർട്ട്, തീരദേശ മേഖല, ദേശീയപാത, റെയിൽപാളം എന്നിവയെല്ലാം അടങ്ങിയ തിരൂരങ്ങാടി താലൂക്കിലെ ഈ സർക്കാർ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കുന്നതിനു വേണ്ടി എല്ലാ സ്ഥല സൗകര്യവും മറ്റുമുണ്ട്. ആയതിനാൽ ഈ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. തിരൂരങ്ങാടി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ 2ാം ദിനമായ വെള്ളിയാഴ്ച തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ഇസ്മായിൽ, NM ഷമീജ്, ഉണ്ണി അമ്പാറ, K ധർമ്മരാജൻ, K ഉണ്ണികൃഷ്ണൻ, KV സയ്യിദ് അലി മജീദ് എന്നിവർ പ്രമേയങ്ങളും M മുഹമ്മദ് സിയാദ് ക്രിഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം VP സാനു, ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി എന്നിവർ മറുപടി പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ E ജയൻ, V രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗം VP സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു. 15 അംഗ ഏരിയ കമ്മിറ്റിയെയും സെക്രട്ടറിയായി തയ്യിൽ അലവിയെയും വീണ്ടും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. സമ്മേളനത്തിന് സമാപനം കുറിച്ച് കരിമ്പറമ്പിൽ നിന്ന് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നാടിനെ ചെങ്കടലാക്കിയ ചുവപ്പ് സേന മാർച്ചും പൊതുപ്രകടനവും നടന്നു. ചെമ്മാട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം VP സോമസുന്ദരൻ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് C ഇബ്രാഹിംകുട്ടി സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം MP ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗാനമേളയോടെയുള്ള കലാപ്രകടനങ്ങൾ നടന്നു. വൃശ്ചിക പുലരിയും മണ്ഡല പുണ്യകാലവും പിറന്നു. ഇനി ഭക്തമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശരണമന്ത്രം. കഠിനവ്രതത്തിന്റെ പുണ്യം നിറയുന്ന ഭക്തിസാന്ദ്രമായ 41 നാളുകളാണിനി. ദർശന സുഹൃതം തേടി ശബരിമാമലയിലേക്കുള്ള യാത്രയ്ക്ക് മാലയിട്ട് സ്വാമിമാർ ഒരുങ്ങുന്ന ദിനങ്ങൾ. ഭക്തരും ക്ഷേത്രങ്ങളുമെല്ലാം ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഹരിവരാസനം
വിശ്വമോഹനം 41 ദിവസവും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടക്കും. അയ്യപ്പൻ വിളക്കുകളും അഖണ്ഡനാമ പാരായണവും ഉണ്ടാകും. കെട്ടുനിറ ചടങ്ങുകളും ക്ഷേത്രങ്ങളിൽ നടക്കും. രാവിലെയും വൈകിട്ടും സ്വാമിമാർ ക്ഷേത്രങ്ങളിലെത്തി ശരണം വിളിക്കും. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ നിരവധി സ്വാമിമാരെത്തി. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. വൃശ്ചികം 1 ശനിയാഴ്ചയും ഒത്തുവന്ന ഇന്ന് ക്ഷേത്രങ്ങളിൽ പുലർച്ചെയെത്തി നൂറുകണക്കിന് പേരാണ് മാലയിടുന്നത്. മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇന്നു മുതൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെയെത്തി മാലയിട്ട് കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുന്നവരുണ്ട്. അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നടന്നു പോകുന്ന സ്വാമിമാർ ഇവിടെയെത്തി രാത്രി തങ്ങി പിറ്റേന്നാണ് യാത്ര തുടരുന്നത്. വെട്ടം ന്യൂസ്, ചമ്രവട്ടം. ഓഫർ മാമാങ്കവുമായി തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ആട്ടവും പാട്ടും വമ്പിച്ച വിലക്കുറവുമൊരുക്കി നവംബർ 16, 17 തീയതികളിൽ ഉപഭോക്താക്കൾക്കായി മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച് 250 ദിവസങ്ങൾ പിന്നിട്ടതിന്റെ ആഘോഷത്തോടനുബന്ധിച്ചാണ് ഈ ഓഫർ മേള സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ടീം അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോകത്തിൽ 100-ലധികം ബ്രാഞ്ചുകളുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച് 250 ദിവസങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷത്തോടനുബന്ധിച്ചാണ് വമ്പിച്ച വിലക്കുറവ് നൽകുന്നത്. ഓഫറിനോടൊപ്പം വിവിധ കലാപരിപാടികളും ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് മാനേജിംഗ് ടീം അംഗങ്ങൾ അറിയിച്ചു. ഈ ദിവസങ്ങളിൽ രാവിലെ 8 മണിയോടുകൂടി ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കും. ഇതിലൂടെ 40 മണിക്കൂർ ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് നൽകുകയാണ് ലക്ഷ്യമെന്നും അംഗങ്ങൾ അറിയിച്ചു. രാവിലെ 8 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതൊരു 40 hours ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഇതിനകത്ത് നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്നൊരു ചലഞ്ചായിരുന്നു, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും നമ്മൾ എന്ത് പ്രൊമോഷൻ കണ്ടക്ട് ചെയ്താലും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു സ്പെഷ്യൽ സംഭവം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ലേഡീസിനും അതുപോലെ തന്നെ ഫാമിലീസിനും ഞങ്ങൾ സെപ്പറേറ്റ് കൗണ്ടർ ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഒരു ക്യൂ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രീവിയസ് പ്രൊമോഷൻസിനകത്ത് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ലേഡീസിനും ഫാമിലീസിനും സെപ്പറേറ്റ് പ്രൊമോഷൻ കൗണ്ടർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരുക. നമ്മുടെ ശരിക്കും റിയലി ഇതൊരു നല്ലൊരു അൾട്ടിമേറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. അത്രയും നല്ല ഡീപ്പായിട്ടുള്ള പ്രൊമോഷൻസുകളും അത്രയും നല്ല പ്രോഡക്റ്റുകളും ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുവെ തിരക്കനുഭവപ്പെടുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കുമായി പ്രത്യേക കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിൽ വിട്ടുവീഴ്ച വരുത്തില്ലെന്നും ഉപഭോക്താക്കൾക്ക് പരാതികളുണ്ടെങ്കിൽ അവ സ്വീകരിച്ച് അവയ്ക്ക് ഉത്തമ പരിഹാരം കാണുമെന്നും അംഗങ്ങൾ അറിയിച്ചു. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ തിരൂരിൻ്റെ മണ്ണിൽ 250 ദിവസം പൂർത്തിയാകുന്ന വേളയിൽ സാറ്റർഡേ സൺഡേ ഞങ്ങൾ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊമോഷനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചെയർപേഴ്സണാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ സെറിമണിക്ക് വരുന്നത്. രാവിലെ 9 മണിക്ക്, ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ചെയർപേഴ്സൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ 250 ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സുകളും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാറ്റർഡേ സൺഡേ രാവിലെ 8 മണി മുതലാണ് ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നത്. 2 ദിവസം 40 hours ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പ്രഖ്യാപിച്ചത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് തിരൂർ ചെയർപേഴ്സൺ AP നസീമ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശനി, ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് വിവിധ കലാപരിപാടികളും നടക്കും. മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളിലുമായി 1500-ൽ പരം ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നെസ്റ്റോ റീജിയണൽ ഓപ്പറേഷൻ ആൻഡ് മാനേജർ സനോജ്, ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷിജു, സ്റ്റോർ GM ലതീഷ്, സ്റ്റോർ SMCG മാനേജർ ഷക്കീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നമ്മുടെ 250 ദിവസമായിരുന്നു ഞങ്ങൾ തിരൂരിൻ്റെ മണ്ണിൽ. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഇവിടുത്തെ തിരൂരിലെ ജനങ്ങളോട് ആദ്യമായിട്ട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ബെട്ട ന്യൂസ്, തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.